ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ 2024 ലാസ്റ്റ് വീഡിയോ ഞാനിന്ന് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. 2025 പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. അപ്പോൾ 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ 2024 എൻ്റെ ലാസ്റ്റ് വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് അബുദാബിയിലത്തെ WTC മോളിലോട്ടാണ്. ഇതിന് മുന്നേ ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിരുന്നു, സർപ്രൈസ് വ്ളോഗ്. അതിൽ കാണിച്ച സെയിം മോളിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. വീട്ടിലോട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പോയതാണ്. പക്ഷേ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ അത്യാവശ്യ സാധനങ്ങളായെന്ന് മാത്രം. എന്നും 2 സാധനങ്ങൾ മേടിക്കാനായിട്ട് കയറും, പക്ഷേ ട്രോളി നിറയെ സാധനങ്ങളായിട്ടാവും തിരിച്ചു വരവ്. നിങ്ങൾക്കും അങ്ങനെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓണാക്കി കഴിഞ്ഞാൽ ഞാനെൻ്റെ നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ മോളിലൊക്കെ എത്തി, മോളുടെ ഉള്ളിലോട്ട് കടന്ന് ഇപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകൾക്ക് എന്നും ഒരു ക്രേസ് തന്നെയാണല്ലേ. നിങ്ങൾക്ക് അങ്ങനെയാണോ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു സന്തോഷവും ഒരു റിലാക്സൊക്കെ കിട്ടാറുണ്ട്. പിന്നെ പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുക എന്നുള്ളത് ആണുങ്ങൾക്ക് ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നോ ഒരു പറയണേക്കാ ഈ പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് പോയാൽ ശരിയാവില്ല എന്ന്. എന്തായാലും അങ്ങനെ അതിൻ്റെ സൈക്കോളജി നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ അവരുടെ പൈസ പോകുന്ന വഴി അറിയില്ല. അതും ഒരു പോയിൻ്റാണല്ലേ. അതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി വാചകമടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഷോപ്പിംഗ് വ്ളോഗിലോട്ട് വരാം. കുറേ നേരമായി ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് ഷോപ്പിംഗ് വ്ളോഗ് എന്ന്. ഇതുവരെ ഷോപ്പിംഗ് വ്ളോഗ് ആയിട്ടുമില്ല. ഇനി നമുക്ക് സമയം കളയാതെ ഷോപ്പിംഗ് വ്ളോഗിലോട്ട് പോകാം. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോൾ ഷോപ്പിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ബേക്കറി സെക്ഷനിൽ നിന്നാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ക്രോയ്സൻറ്റിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ഈ ഒരു ബട്ടർ ക്രോയ്സൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. ഈ ബട്ടർ ക്രോയ്സൻ്റ് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ബട്ടർ ക്രോയ്സൻ്റ്? ലുലുവിലെ ബേക്കറി സെക്ഷൻ കാണാൻ നല്ല രസമാണ്. നല്ല അടിപൊളിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് കിട്ടും. പ്രത്യേകിച്ച് ലുലുവിൽ നല്ല നമ്മൾ കാണാത്ത അടിപൊളിയായിട്ടുള്ള ബേക്കറി ഐറ്റംസ് നമുക്ക് ലുലുവിൽ നിന്ന് കിട്ടാറുണ്ട്. ഞങ്ങളെപ്പോഴും ട്രൈ ചെയ്യാറുള്ള ഒരു ക്രോയ്സൻ്റാണ് ഇതും. ബിസ്ക്കറ്റ് ക്രീം ബട്ടർ ക്രോയ്സൻ്റ്. ഇത് ക്രോയ്സൻറ്റിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റ് ക്രീം, ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെ ക്രീം വെച്ചിട്ടുള്ളൊരു ക്രോയ്സൻ്റാണ്. ഇതും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ക്രോയ്സൻ്റ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രോളിയിലോട്ട് ക്രോയ്സൻ്റുകൾ നിറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രെഡാണ്. ഈ കാണുന്നത് ലുലുവിൻ്റെ ബേക്ക്ഡ് സെക്ഷനാണ്. ഇവരുടെ കുക്കീസും പലതരത്തിലുള്ള ബണ്ണുകളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്ക്ഡ് ഐറ്റംസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ കോക്കനട്ട് ബണ്ണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇക്കടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കോക്കനട്ട് ബണ്ണ്. അപ്പോൾ ഈ കോക്കനട്ട് ബണ്ണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. തിന്നുന്നതിനിടയ്ക്കൊരു വിക്ടറി കാണിക്കാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് സെക്ഷനിലോട്ടാണ്. പല വെറൈറ്റി ആയിട്ടുള്ള ചെറികളൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ എടുത്തെന്ന് മാത്രം. ഇതൊന്നും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്ലൂബെറി കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 ബോക്സ് ബ്ലൂബെറി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ പഴത്തിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റോബസ്റ്റ് പഴം പോലത്തെ ഒരു പഴമാണിത്. ഇവിടുത്തെ ഫിലിപ്പീൻസ് ബനാന എന്നാണ് ഞങ്ങളിതിനെ പറയാറ്. അങ്ങനെ പഴമൊക്കെ എടുത്ത് പഴത്തിൻ്റെ ഗുണനിലവാരം ചെക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളെ ഇതിലിരുത്താൻ വേണ്ടിയിട്ട് ട്രോളി ഞങ്ങൾ വേറെ എടുത്തു. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഓറഞ്ച് എടുക്കാനാണ്.
പല വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ചുകൾ കാണാൻ നമുക്കിവിടെ സാധിക്കും. ലുലുവിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, പല രാജ്യങ്ങളുടെ വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ചുകളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഈജിപ്റ്റ്, അതുപോലെ ഇന്ത്യ, ഓസ്ട്രേലിയ, അങ്ങനെ പല രാജ്യങ്ങളുടെയും ഓറഞ്ചുകൾ നമുക്കിവിടെ ലഭ്യമാണ്. ആപ്പിളിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആപ്പിളും പല വെറൈറ്റി ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഞങ്ങളെപ്പോഴും ആപ്പിൾ എടുക്കുമ്പോൾ ചൂസ് ചെയ്യാറ് ഇറാൻ്റെ ആപ്പിൾ തന്നെയാണ്. ഇറാൻ്റെ ആപ്പിൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള ആപ്പിളാണ്. മറ്റുള്ള ആപ്പിൾ മേടിക്കാറുണ്ടെന്നുണ്ടെങ്കിലും കൂടുതലും ഞങ്ങൾ ചൂസ് ചെയ്യാറ് ഇറാൻ്റെ ആപ്പിൾ തന്നെയാണ്. ഗ്രീൻ ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ആപ്പിളിൽ നിന്നും ഞങ്ങൾ 2 മോൻക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിനെയും പപ്പാടെയും ഷോപ്പിംഗ് കണ്ടിട്ട് നോക്കി ആസ്വദിക്കുകയാണ് ഞങ്ങളുടെ 2 മക്കളും. ഇപ്പോൾ നമ്മളുടെ ട്രോളി ഒരു കാൽഭാഗം ഞങ്ങൾ നിറച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ബിരിയാണിയിലെ മെയിൻ താരങ്ങളെയാണ്, മല്ലിയില ആൻഡ് പുതിനയില. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ തേങ്ങ എടുത്തു. ഇതുപോലെ 2 ബോക്സ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ബോക്സ് ആയിട്ടാണ് നമുക്കിവിടെ തേങ്ങ കിട്ടുന്നത്. ഫുള്ള് തേങ്ങയായിട്ട് നമുക്കിവിടെ കിട്ടും. വീട്ടിൽ ചിരവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നും ചിരകാട്ടാം. ഷോപ്പിങ്ങിനിടയിൽ മോൻ്റെ കഥ പറച്ചിൽ ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. ഈ സമയം നാരങ്ങൊക്കെ എടുത്തതിന് ശേഷം പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ബില്ലടിച്ചു. ലുലുവിൻ്റെ സാലഡ് സെക്ഷൻ കാണാൻ നല്ല രസമാണ് കേട്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള സാലഡുകൾ നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഇതൊരു അറബിക് സാലഡാണ്, ഫത്തൂഷ് എന്ന് പറയും ഇതിനെ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് സാലഡ് കസ്റ്റമൈസ് ചെയ്തിട്ടും മേടിക്കാവുന്നതാണ്. ഈ കാണുന്നത് ബോയിൽഡ് എഗ് സാലഡാണ്. അതുപോലെ കട്ട് ഫ്രൂട്ട്സ് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. തണ്ണിമത്തൻ, പൈനാപ്പിൾ, മാങ്ങ, അങ്ങനെ കുറേ കട്ട് ഫ്രൂട്ട്സുകൾ നമുക്കിവിടെ കിട്ടും. ഈ കണ്ടത് ഒരു അറബിക് സാലഡ് പ്ലേറ്ററാണ്. കരിമ്പ്, ചക്ക ഒക്കെ ഇവിടെ എപ്പോഴും കാണാറുണ്ട്. ചക്കൊക്കെ ചെറിയൊരു പാക്കറ്റിൻ്റെ നല്ല റേറ്റാണ്. പ്രവാസികൾക്ക് അതൊക്കെ പ്രത്യേകിച്ച് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അല്ലേ. 5-6 പീസ് ചക്കൊക്കെ തന്നെ 19 ദിർഹത്തിന് എടുത്ത് വരുന്നുണ്ട്. നാട്ടിൽ ഇതൊക്കെ സുലഭമായിട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു വിലയും നമ്മൾ ഇതിന് കൽപ്പിക്കാറില്ല. പിന്നെ ഞങ്ങൾ പോയത് ഡയറി സെക്ഷനിലോട്ടാണ്. അവിടുന്ന് തൈര് മേടിക്കാറുണ്ടായിരുന്നു, തൈര് മേടിച്ചു. പിന്നെ മക്കൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ജ്യൂസ് മേടിച്ചു കൊടുത്തു. വീട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ മാംഗോ യോഗട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാംഗോ യോഗട്ട് കൂടിയിട്ട് ഇവിടുന്ന് എടുക്കാണ്ടായിരുന്നു. മാംഗോ യോഗട്ട് ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്നത്. മാംഗോ യോഗട്ട് എടുത്തു. ഇപ്പം നമ്മളുടെ ട്രോളിയുടെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടാ. ഇതാണ് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുള്ള താരം ഉസ്മാനിയ ബിസ്ക്കറ്റ്. അപ്പോൾ ഇതുകൂടി മേടിക്കാനാണ് ഞങ്ങൾ ലുലുവിലോട്ട് പോയത്. അന്ന് എടുത്തിട്ടുള്ള വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അവിടെ ഒരു പുതിയ അരിയുടെ പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയ പുലാവാണ് ഞങ്ങൾ ഈ സാമ്പിൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ രാത്രിക്കൽക്കുള്ള ഡിന്നർ മേടിക്കാൻ പോയി. ഇതുപോലെ ഗ്രിൽഡ് ചിക്കനാണ് ഞങ്ങൾ ഡിന്നറിന് മേടിച്ചത്. മോനിക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചിക്കൻ സ്ട്രിപ്സ് മേടിച്ചു കൊടുത്തു. അപ്പോൾ ഗ്രിൽഡ് ചിക്കനും ബ്രോസ്റ്റും മേടിച്ചിട്ട് നമ്മളുടെ ബില്ലിംഗ് പരിപാടിക്ക് നീങ്ങാണ്. ബില്ലടിക്കാൻ പോയപ്പോഴാണ് ഒരു സാധനം കൂടി എടുക്കാനുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ അതെടുക്കാൻ പോയ സമയത്ത് ബില്ലടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വ്ളോഗിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ഫാഷൻ സ്റ്റോറിലോട്ടാണ്. അവിടെയാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പോകണം. ആ മെഷീൻമേലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര അതിശയത്തോടു കൂടിയിട്ട് നോക്കി നിൽക്കണേ കാണുന്നത്. അതിനുശേഷം മുകളിലോട്ട് പോയി ട്രയൽ റൂമിൽ പോയിട്ട് എൻ്റെ മോൻ്റെ ട്രയൽ നോക്കലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇക്കാക്കൊരു ഷർട്ട് നോക്കാനുണ്ടായിരുന്നു. ഷർട്ട് നോക്കിയിട്ട് അതൊന്നും കിട്ടിയില്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടതിനാണെങ്കിൽ നല്ല വിലയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് എടുക്കാണ്ട് അവിടെ നിന്ന് പോന്നു. ഈ ഒരു ബെഡ്ഷീറ്റാണ് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ ബെഡ്ഷീറ്റും അതിന് കൂടെ മേടിക്കാണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മേടിക്കൽ കഴിഞ്ഞു. ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബില്ലടിക്കാനായിട്ട് പോകണം. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ബാഗിനും ചെരുപ്പിനും അതുപോലെ ഡ്രസ്സുകൾക്കൊക്കെ നല്ല ഓഫർ നടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെ ഞാൻ ഇവിടെ നിന്ന് കണ്ടിരുന്നു കേട്ടോ. ബാഗൊന്നും മേടിച്ചില്ല, പക്ഷെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചെന്ന് മാത്രം. നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ. ഇനി നമുക്ക് ബില്ലടിച്ചിട്ട് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ബില്ലടിക്കുന്ന സെക്ഷനിൽ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ ബില്ലിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം താഴെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ ബാഗ് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ്. ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത വർഷം കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2 ന്യൂ ഇയർ വിഷ് കൂടി ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.